ഫലസ്തീനിന്റെ രക്തരൂക്ഷിതമായ നിലവിളി ലോകത്തെ നടുക്കുമ്പോഴും പലരും മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ ഒരു നേതാവ് UN ജനറൽ അസംബ്ലിയിൽ വെച്ച് തുറന്നും ഉറച്ചും സംസാരിക്കാനായി മുന്നോട്ട് വന്നു. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ. ഫലസ്തീനിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ ഉറവിടമാണ് തുറന്നു നൽകിയത്. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ യുദ്ധമെന്നോ പ്രതിരോധമെന്നോ അദ്ദേഹം വിളിച്ചില്ല. പകരം അദ്ദേഹം വിശേഷിപ്പിച്ചത് നരഹത്യ എന്നായിരുന്നു. ഇസ്രായേൽ ഒരു അധിനിവേശ ശക്തിയാണെന്നും അവർ നടത്തുന്ന ആക്രമണം മനുഷ്യത്വത്തിനെതിരായ വെല്ലുവിളിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഹമാസിനെ ഭീകര സംഘടനയായി കണക്കാക്കുന്നില്ലെന്നും പലസ്തീനിന്റെ പ്രതിരോധം അവരുടെ അവകാശമാണെന്നും അതാണ് ഹമാസ് ചെയ്യുന്നത് എന്നും എർദോഗാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഗാസയിൽ മരിച്ചു വീഴുന്നത് നിരപരാധികളാണ്. ഈ നരഹത്യക്ക് മുന്നിൽ അന്താരാഷ്ട്ര സമൂഹം മിണ്ടാതിരിക്കുകയാണ്. മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളതാണെന്നും പലസ്തീൻ ജനങ്ങൾക്ക് അത് നിഷേധിക്കാനാവില്ല എന്നും എർദോഗാൻ ലോകത്തെ ഓർമ്മിപ്പിച്ചു. വലിയ ശക്തികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഫലസ്തീനിന്റെ വേദന അവഗണിക്കപ്പെടുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയെ കുറ്റപ്പെടുത്തി. എർദോഗാന്റെ വാക്കുകൾക്ക് ഊർജം കൂടുതലായിരുന്നു. ഫലസ്തീനിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് മുമ്പിൽ ലോകം കണ്ണടക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസ അവിടെയുള്ള ജനങ്ങളുടേതാണ്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പലസ്തീൻ ജനങ്ങളെ അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നുമുള്ള എർദോഗാന്റെ നിലപാട് പലസ്തീൻ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി. ഇന്ന് പലസ്തീൻ, നാളെ ആരാണ്? നീതിയുടെ ശബ്ദം അടക്കപ്പെടുകയാണെങ്കിൽ മനുഷ്യവംശത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാണ്. എർദോഗാന്റെ ഉറച്ച വാക്കുകൾ ഒരു നേതാവിന്റെ രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമല്ല, അതൊരു വിളിയാണ്. നീതിക്കും മാനവികതയ്ക്കും വേണ്ടി ലോകത്തെ എഴുന്നേൽപ്പിക്കാനുള്ള വിളി.